അവിടെ നിന്ന് അപകടം ഉണ്ടാകാൻ പോകുന്നു എന്ന് മനസ്സിലാക്കി രക്ഷപ്പെട്ട ആ നിമിഷം ഒന്ന് ഓർക്കാമോ? ഞങ്ങളവിടെ ഭക്ഷണം കഴിഞ്ഞിട്ട് ലേശത്ത് പണി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ പിന്നെ ആ പണി കഴിഞ്ഞു. പിന്നെ വേറെയുള്ള പണികൾക്ക് നീങ്ങാന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്ന നേരത്താണ് കുളിമില്ലിൽ ഒരെണ്ണം വലിയത് വന്നിട്ട് പൊട്ടുന്ന സൗണ്ട് കേട്ടു. അപ്പം എനിക്ക് ഓടിയായിരുന്നു. പിന്നെ കുറച്ച് നേരത്തേക്ക് ഒരു ബോധമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങോട്ട് പോയിന്ന് മാത്രമേ ഉള്ളൂ. എന്ത് ജോലിയായിരുന്നു? ഈ തിരി നിർമ്മിക്കുന്നതായിരുന്നോ? ആ, കരിന്തിരി നിർമ്മിക്കുക. അത് മറ്റേ മരുന്ന് വെള്ളത്തിൽ വേറെ ആൾ മുക്കി തരും. എന്നിട്ട് അത് കഴിഞ്ഞ് ഞങ്ങളത് കെട്ട് തീർത്ത് വെയിലത്തിടുക, അത് ഉണക്കി കൊടുക്കുക. എത്ര പേരുണ്ടായിരുന്നു ആ അപകടം നടക്കുന്ന സമയത്ത് കൂടെ? ഞങ്ങളാ നേരത്തൊരു 5-6 പേരുണ്ടായിരുന്നു തോന്നുന്നു. അത്ര ശരിക്കുള്ള കറക്റ്റായിട്ട് ധാരണയില്ല. വെടിപ്പുരയ്ക്കകത്തായിരുന്നോ അതോ പുറത്ത് ഉണക്കാനിടുന്നിടത്തായിരുന്നോ നിങ്ങൾ? ഞങ്ങൾ മരുന്ന് കൂടുന്ന പേരുടെ ബാക്ക് വേസ്റ്റ് തരുന്നു. തണലുള്ളിടത്ത് നോക്കിയിട്ടായിരുന്നായിരുന്നു. അവിടെ ആ സമയത്ത് ഏതാണ്ട് 40ഓളം പേരുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത്രയും പേരൊക്കെ എല്ലാ ദിവസവും പറയുന്നുണ്ട്. അത്ര തന്നെ, നമുക്ക് അത്രയും നിർണയം കിട്ടുന്നില്ല. അല്ല, ചില ദിവസം അതിലും കുറയും, ചില ദിവസം കൂടും, അങ്ങനെയൊക്കെയാണ്. എത്ര നാളായി ഈ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട്? ഞാൻ ഇപ്പോൾ ഒരു 4 മാസമായിട്ടുള്ളൂ. നമ്മളെ എല്ലാ പണിക്കും പോവുക, കൂലിപ്പണിക്ക്, മറ്റുള്ള കൈക്കോട്ട് പണിക്കൊക്കെ പോകണോ. ഇത് അതില്ലാത്തതുകൊണ്ട് ഇതിന് പോവും. അങ്ങനെയാ. പേടിയുണ്ടായിരുന്നോ ഈ ജോലിയെ കുറിച്ച്? പേടിയുണ്ടായിരുന്നോ പോകുമ്പോൾ? പേടി അങ്ങനൊരു പേടിയില്ല. എനിക്ക് പണി ഇങ്ങനത്തെ അപകടം പിടിച്ച പണി തന്നെയായിരുന്നു ചെറുപ്പത്തിലേ. ഇപ്പോൾ വയസ്സും പ്രായമായി. ഇപ്പോൾ പിള്ളേരെയൊക്കെ കല്യാണം കഴിഞ്ഞപ്പോൾ നമ്മൾ സ്ലോവാക്കി തെങ്ങേറ്റം കഴിഞ്ഞിട്ടൊക്കെ നിർത്തി കിട്ടിയതായില്ലേ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോണു. അങ്ങനെയുള്ള ഒരു ഇത് തന്നെ. എല്ലാവരും ഇപ്പം നമ്മളെ പോലുള്ള മനുഷ്യന്മാർ തന്നെയാണല്ലോ അവിടെ പണിക്ക് വരണേ. അത്ര ഒരു ധൈര്യം. ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുമെന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അല്ലേ? അത് പ്രതീക്ഷിച്ചിട്ടില്ല. ഈ ജോലിയിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നോ? മറ്റേ നിങ്ങൾ വലിക്കുന്നവരൊക്കെ അവിടെ നിന്നിട്ട് വലിക്കില്ല, വേറെ പറമ്പിൽ പോയിട്ട് എന്നിട്ട് വലിച്ചിട്ട് മുണ്ടൊക്കെ അഴിച്ച് കുറഞ്ഞിട്ടാണ് വന്നിട്ട് പണിക്കിരിക്കുള്ളൂ. അതുപോലെ കാര്യമരുന്നിലെ പണിയെന്ന് വെച്ചാൽ വീട് വലിക്കുന്നവരുണ്ടെങ്കിൽ കയ്യും കാലൊക്കെ നന്നായി കഴുകി വൃത്തിയായിട്ടാണ് അവിടെ ചെന്നിരിക്കുക. ഈ ചൂട് കൂടി അപകടം ഉണ്ടായി. എങ്ങനെയാ നിങ്ങൾ ഈ അപകടം എങ്ങനെ ഉണ്ടായി എന്ന് എന്തെങ്കിലും സൂചനകളുണ്ടോ? ഒന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ അവിടെ ഇരിക്കുന്നതായിട്ടും കുറച്ച് ദൂരമല്ലേ ഇരിക്കുന്നത്. ആദ്യം എവിടെയാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായത്? ഞങ്ങളിരിക്കുന്നതിൻ്റെ ഒക്കെ കുറച്ച് കൂടി ഇങ്ങോട്ട് പോന്നിട്ട് 3-4 മീറ്റർ ഇങ്ങോട്ട് പുറത്തേക്ക് കുറച്ചിങ്ങോട്ട് പോന്നിട്ട് പൊട്ടിത്തെറി ഉണ്ടായി. ഒരെണ്ണം പൊട്ടിയത്. അപ്പോൾ ഒരെണ്ണം പൊട്ടിയപ്പോൾ പിന്നെ മണിങ്ങനെ നോക്കാൻ പോയില്ല, ആരെയും നോക്കാൻ പോയില്ല, ഓടി ഞാൻ. അങ്ങനെ ഉണ്ടായി. ഈ പണി തീർന്ന വെടിക്കെട്ടിനുള്ള സാധനങ്ങളും അവിടെ തന്നെ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു അല്ലേ? നിങ്ങൾ ചെയ്ത് തീർത്ത സാധനങ്ങൾ? അതെ അതെ. ഉണ്ടാക്കാനുള്ളതും ചെയ്ത് തീർത്തതും ഒക്കെ ആയപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? ഈ തൃശ്ശൂർ വെള്ളിയാഴ്ച സാമ്പിളാന്ന് പറഞ്ഞാൽ അതിലുള്ളതൊക്കെ ഉണ്ടായിരുന്നു. തൃശ്ശൂർ പൂരത്തിനുള്ളത് മാത്രമാണോ അതോ മറ്റു ആഘോഷങ്ങൾക്കുള്ളതും ഉണ്ടാക്കുന്നുണ്ടായിരുന്നോ? തിരുവമ്പാടിക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നോ? ഇല്ല, അതന്നെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുള്ള. പിന്നെ പാർക്കൂട്ടാലിക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് തൃശ്ശൂർ പൂരം കഴിഞ്ഞിട്ടാണല്ലോ, തിരുവല്ലാമല.
ഇപ്പോൾ ഏറ്റവും അടുത്ത ആളുകൾ ഒക്കെ അപകടത്തിൽ പെട്ടിട്ടുണ്ടോ? അതൊക്കെ അറിഞ്ഞോ, അന്വേഷിച്ചോ? ഞാൻ മനസ്സിനൊരു സുഖം കിട്ടിയിട്ടില്ല സാറേ. അത് കാരണം ഞാൻ ഒരു വഴിക്കും പുറത്തേക്ക് പോയില്ല. അമ്പലം വരെ ഇന്ന് പോയി. അവിടെ ഇപ്പോൾ ആസ്പത്രിയിൽ കിടക്കുന്നവരെ വല്ല വിശേഷം ഒന്നും അറിയാം. അത് തന്നെ അങ്ങനെ തന്നെ പോയുള്ളൂ. ഇനി ഈ ജോലി ചെയ്യാൻ പേടിയായിരിക്കും അല്ലേ? പേടി ഇനിയിപ്പോൾ ജോലിക്ക് പോകണ്ട എന്നുള്ള പ്രതീക്ഷയാണ് കണക്കൂട്ടിൽ. വേറെ എന്തെങ്കിലും കിട്ടിയെങ്കിൽ അതിന് പോവാം. വീട്ടിൽ ആരൊക്കെയുണ്ട്? അവരൊക്കെ എന്താ പറയുന്നേ? വീട്ടിൽ മകനും മകൻ്റെ ഭാര്യയും 3 കുട്ടികളും. പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്തു. നേരത്തെ ഈ പണിക്ക് പോകുമ്പോൾ അവർക്കൊക്കെ ഇഷ്ടമായിരുന്നോ? അവർക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ വലിയ സുഖത്തിലല്ല. എന്നാലും ഇപ്പോൾ നമ്മൾ കണ്ട ആൾക്കാർ പണിയുന്നിടത്തല്ലേ നമ്മൾ പണി തന്നെ. അപ്പം അത് കാരണം കുഴപ്പമൊന്നും പറഞ്ഞില്ല ആരും. നാട്ടുകാർക്കൊക്കെ അവിടെ ഇങ്ങനെ ഈ വെടിക്കെട്ട് പുരകൾ ഉള്ളതിൽ വിഷമം ഉണ്ടായിരുന്നു അല്ലേ? പേടിയൊക്കെ ഉണ്ടായിരുന്നു? ആ പേടിയൊക്കെ ഉണ്ടായിരുന്നു ചില ആൾക്കാർക്കൊക്കെ. അത് നിങ്ങളോട് പറയുമായിരുന്നോ? ഇല്ല, നമ്മളതിന് ആൾക്കാരായിട്ട് നമ്മൾ വല്ല ആൾക്കാരായിട്ട് അത്രയധികം വലിയ ബന്ധപ്പെട്ട് ഇതാവാൻ നിൽക്കില്ല. നമ്മളിപ്പോൾ പണിക്ക് ചെല്ലുക, പണിയുക, അങ്ങനെയൊക്കെയാണ്. അത് കഴിഞ്ഞ് 5 മണിയാകുമ്പോൾ അവിടുന്ന് പണിയായിട്ട് പോരും. ഞാൻ കിഞ്ഞ് നേരത്തെ പോകണമെന്ന് തോന്നിയാലും ഞാൻ നേരത്തെ പോരും. നമ്മുടെ കാര്യം അത്രേ ഉള്ളൂ. ഇപ്പോൾ അവിടെ ഈ സൂക്ഷിച്ചിരുന്ന എല്ലാ സാധനങ്ങളും കത്തി നശിച്ചിട്ടുണ്ട്. ഏതൊക്കെ ഇടങ്ങളിലായിരുന്നു ഈ 12 വെടിക്കെട്ട് പുരകൾ? അത് എല്ലാം 12 വെടിക്കെട്ട് പുരകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. 5 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പറഞ്ഞോ. അപ്പോൾ ഒക്കെ ഓരോന്നിലും ഓരോ സാധനങ്ങളാണ്. എല്ലാറ്റിലും ഒരുമിച്ച് എല്ലാ സാധനങ്ങളും കൊണ്ടുവയ്ക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ പടക്കം വേറെ, ഗുണ്ടുകൾ വേറെ, ഡൈനകൾ വേറെ, അങ്ങനെയൊക്കെ ആയിട്ട് വയ്ക്കാറ്. ഇപ്പോൾ അന്വേഷണവുമായി ബന്ധപ്പെട്ടൊക്കെ ആളുകൾ വന്നു ഇല്ലേ? പോലീസൊക്കെ വന്നു, കാര്യങ്ങളൊക്കെ ചോദിച്ചോ? എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു, എന്നോട് അറിയണ കാര്യങ്ങൾ പറഞ്ഞു. ഒപ്പം ജോലി ചെയ്തവരിൽ ഈ രക്ഷപ്പെട്ടവർ എത്ര പേരുണ്ട്? നിങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടോ, സംസാരിക്കുകയൊക്കെ ചെയ്തോ? അങ്ങനെ എത്ര പേര് ഒപ്പം ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയോ? എനിക്കൊരു 4-5 ആളെ എന്നൊക്കെ അങ്ങനെ ഒരു ഇതിൽ വന്നിട്ടുള്ളൂ. 5-6 ആളെന്നെ കുഴപ്പമില്ലെന്ന് അറിയാം. അവിടെയുള്ള നിങ്ങൾ എല്ലാവരും പരിചയക്കാരും ഒക്കെ ആയിരുന്നു അല്ലേ? ജോലി ചെയ്യുന്ന എല്ലാവരും അറിയാൻ? അതെ അതെ, ഒരു കുടുംബന്മാര് എല്ലാവരുമായിട്ട് കളിച്ച് ചേർത്ത് പണി. എല്ലാവരും ഒരു കുടുംബം പോലെ ആയിരുന്നു അല്ലേ? അതെ അതെ. അപ്പോൾ ഒരു കുടുംബം അതിനുള്ളിലുള്ള നഷ്ടം പോലെയാണ്. ഈ നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടാനായിട്ടുണ്ടെങ്കിൽ പോലും അല്ലേ, അത്രയും വലിയ നഷ്ടവും വേദനയുമാണ് അനുഭവിക്കുന്നത്. അതെ അതെ അതെ. ഇപ്പോൾ ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ജോലി ചെയ്ത് ജീവിക്കണം, ഭാഗ്യം കൊണ്ട് കിട്ടിയ ജീവൻ ഇല്ലേ, അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ പണിക്ക് പോകില്ല, വേറെ എന്തെങ്കിലും തക്കടത്തരയുടെ പണി കിട്ടിയ അതിന് ഇല്ല. ആരോഗ്യത്തിന് പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ കണ്ട ശരീരത്തിന് ഒരു കുഴപ്പമില്ല. ചെവി മറ്റേ വലിയ സ്ഫോടന ശബ്ദമൊക്കെ കേട്ടിട്ട് ചെവിക്കൊക്കെ അടുത്തുണ്ടായിരുന്നവർക്കും
ഈ അടുത്ത വീടുകളിലുള്ളവർക്കും ഒക്കെ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. അത്തരം ഒരു ആഘാതവും ഇല്ല അല്ലേ? പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ തിരിച്ചെത്താം. എന്തായാലും വലിയ ആഘാതം ഇതുവരെ ഉണ്ടായിട്ടുള്ള ഈ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വേലായുധൻ എന്ന് പറയുന്ന അവിടുത്തെ തൊഴിലാളിയാണ് നമ്മളോട് സംസാരിച്ചത്. ഇപ്പോൾ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.